സർവീസ് പെൻഷൻകാരോടും ജീവനക്കാരോടുമുള്ള സർക്കാരിന്റെ സമീപനങ്ങൾ അവകാശ നിഷേധമാണെന്നും ജനദ്രോഹ നടപടികളാണെന്നും ആരോപിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ജീവിത സമരയാത്രയ്ക്ക് കോലഞ്ചേരി ടൗണിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. സംസ്ഥാന ട്രഷറർ KV മുരളി നയിക്കുന്ന മധ്യമേഖലാ ജാഥയെ 100 കണക്കിന് പ്രവർത്തകർ ചേർന്നാണ് വരവേറ്റത്. സ്വീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ നിർവഹിച്ചു. ഇവിടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാർ മാത്രമായി ഈ പിണറായി സർക്കാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയെങ്കിലും 10 തുട്ടുണ്ടാക്കുക എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ MP ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഒരു ജാഥ നടത്തി. മലബാറിലാണ് ജാഥ നടത്തിയത്. ആ ജാഥയിൽ ചെന്നപ്പോൾ ഒഴിഞ്ഞ കസേരയെ നോക്കി അദ്ദേഹം പല പ്രഖ്യാപനങ്ങളും നടത്തി. ആ പ്രഖ്യാപനത്തിൽപ്പെട്ട ഒന്നായിരുന്നു ഈ സർക്കാർ വീണ്ടും തുടരും, 3ാമത് കൂടി തുടർന്നാൽ ഈ സംസ്ഥാനത്ത് പാവപ്പെട്ടവർ ഉണ്ടാവില്ല എന്നാണ്. സലീം പുത്തുകാടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുക, തടഞ്ഞുവച്ചിരിക്കുന്ന ക്ഷാമാശ്വാസ കുടിശ്ശികകളും മറ്റ് ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യുക, മെഡിസിൻ പദ്ധതിയിലെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് യാത്രയിലൂടെ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും നിലവിൽ ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും നേതാക്കൾ ആരോപിച്ചു. ബാബു പോൾ, സാജു ചെറിയാൻ, CP ജോയ്, MT ജോയ്, മിനി മോഹൻദാസ്, ജോൺ ജോസഫ്, ഹേമലത രവി, സുജിത്ത് പോൾ, ജെയ്സൽ ജബ്ബ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സ്വീകരണ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പെൻഷൻകാരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജാഥയിലുടനീളം ഉയർന്നതെന്നും ജാഥ ലീഡർ KV മുരളി മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, CNews മലയാളം.